ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ വടകരയിൽ സജീവ ചർച്ചയായ കാഫിർ സ്ക്രീൻഷോട്ട് കേസ് നിർണായക വഴിത്തിരിവിലാണ്. സ്ക്രീൻഷോട്ട് CPM കേന്ദ്രങ്ങൾ വ്യാജമായി നിർമ്മിച്ചതാണെന്ന് UDF ആരോപണം ശരിവെക്കുന്നതാണ് അന്വേഷണ സംഘത്തിന്റെ കണ്ടെത്തൽ. MSF പ്രവർത്തകൻ കാസിമിന്റെ പേരിൽ പ്രചരിപ്പിക്കപ്പെട്ട സ്ക്രീൻഷോട്ടിനെതിരെ പോലീസ് നേരത്തെ കേസും രജിസ്റ്റർ ചെയ്തിരുന്നു. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ തലേ ദിവസം വടകരയിലെ UDF സ്ഥാനാർത്ഥി ഷാഫി പറമ്പിലിനെതിരെ പ്രചരിപ്പിക്കപ്പെട്ട കാഫിർ സ്ക്രീൻഷോട്ടിന്റെ സൃഷ്ടാവിനെ ഇതുവരെ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടില്ല. ഇടത് സൈബർ ഇടങ്ങളിലാണ് പോസ്റ്റ് ആദ്യം പ്രചരിപ്പിക്കപ്പെട്ടത്. അന്വേഷണ സംഘം ഇക്കാര്യം ഔദ്യോഗികമായി സ്ഥിരീകരിക്കുന്നു. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ട റെഡ് എൻകൗണ്ടർ എന്ന ഇടത് അനുകൂല വാട്സ്ആപ്പ് ഗ്രൂപ്പ് കേന്ദ്രീകരിച്ച് അന്വേഷണം നടക്കുന്നുണ്ടെന്ന് പോലീസ് കോടതിയെ അറിയിച്ചു. പോരാളി ഷാജി ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ വഹാബിന്റേതുൾപ്പെടെ 4 മൊബൈൽ ഫോണുകൾ പിടിച്ചെടുത്ത് വിദഗ്ധ പരിശോധനയ്ക്ക് അയച്ചെന്നും പോലീസ് പറയുന്നു. കാഫിർ സ്ക്രീൻഷോട്ട് വിവാദത്തിൽ വിശദാന്വേഷണം വേണമെന്ന തിരുവള്ളൂരിലെ MSF നേതാവ് മുഹമ്മദ് ഖാസിമിന്റെ ഹർജിയിലാണ് പോലീസ് ഹൈക്കോടതിയിൽ റിപ്പോർട്ട് സമർപ്പിച്ചത്. കാഫിർ സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് ഇടത് സൈബർ ഗ്രൂപ്പുകളിലും പേജുകളിലുമാണെന്നാണ് പോലീസ് വ്യക്തമാക്കുന്നത്. സ്ക്രീൻഷോട്ട് ആദ്യം പ്രത്യക്ഷപ്പെട്ടത് റെഡ് എൻകൗണ്ടേഴ്സ് എന്ന വാട്സപ്പ് ഗ്രൂപ്പിലാണ്. ഏപ്രിൽ 25 ഉച്ചയ്ക്ക് 2:13 റിബേഷ് എന്നയാളാണ് ഗ്രൂപ്പിൽ മെസ്സേജ് ഇട്ടത്. സ്ക്രീൻഷോട്ട് എവിടെ നിന്ന് ലഭിച്ചു എന്നത് റിബേഷ് വ്യക്തമാക്കിയിട്ടില്ല. സ്ക്രീൻഷോട്ട് ഇയാൾ തന്നെ നിർമ്മിച്ചതാണോ അതോ മറ്റെവിടെ നിന്നെങ്കിലും ലഭിച്ചതാണോ എന്നറിയാൻ ഫോൺ പിടിച്ചെടുത്ത് ഫോറൻസിക് ലാബിൽ പരിശോധനയ്ക്ക് അയച്ചിട്ടുണ്ട്. കുറ്റ്യാടി മുൻ MLA KK ലതിക ഉൾപ്പെടെ ഇത് ഫേസ്ബുക്കിൽ പ്രചരിപ്പിച്ചിരുന്നു. പോലീസ് നൽകിയ പരാതിയിൽ അന്വേഷണം കാര്യക്ഷമമല്ലെന്ന് കാണിച്ച് മുഹമ്മദ് ഖാസിം ഹൈക്കോടതിയിൽ ഹർജി സമർപ്പിച്ചിരുന്നു. അമ്പാടിമുക്ക് സഖാക്കൾ എന്ന ഫേസ്ബുക്ക് പേജിന്റെ അഡ്മിൻ മനീഷ് മനോഹരൻ പോളിംഗിന്റെ തലേ ദിവസം 2:34 റെഡ് ബറ്റാലിയൻ എന്ന ഗ്രൂപ്പിൽ നിന്ന് പോസ്റ്റ് ഡൗൺലോഡ് ചെയ്തു. റെഡ് ബറ്റാലിയൻ വാട്സ്ആപ്പ് ഗ്രൂപ്പിന്റെ അഡ്മിൻ അമൽ റാമിന് ഉച്ചയ്ക്ക് 2:13 റെഡ് എൻകൗണ്ടേഴ്സ് എന്ന ഗ്രൂപ്പിൽ നിന്നാണ് പോസ്റ്റ് ലഭിച്ചത്. പോസ്റ്റിന്റെ ഉറവിടം സംബന്ധിച്ച് ഫേസ്ബുക്കും വാട്സപ്പും മറുപടി നൽകിയിട്ടില്ല. അതുകൊണ്ട് പ്രതികളെക്കുറിച്ച് പോലീസും ഒന്നും പ്രതിപാദിച്ചിട്ടില്ല. വ്യാജ പോസ്റ്റ് പോരാളി ഷാജി പേജിൽ നീക്കാത്തതിനാൽ മെറ്റയെ കേസിൽ 3ാം പ്രതിയാക്കിയിട്ടുണ്ട്. ഇടത് പ്രചാരകരായ ഫേസ്ബുക്ക് പേജുകളെ തള്ളിപ്പറഞ്ഞ് കേസിൽ നിന്ന് തലയൂരാനാണ് CPM ശ്രമിക്കുന്നത്. റിപ്പോർട്ടർ, കോഴിക്കോട്.